ഇല്ലാത്ത രീതിയിൽ നമ്മൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ പ്ലാന്റേഷനും മാറി. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അത് നമ്മുടെ പ്ലാന്റേഷൻ വന്ന് കാണുമ്പോൾ നേരിട്ട് മനസ്സിലാവും. നമ്മുടെ പ്ലാന്റേഷൻ നമ്മൾ സ്വന്തമായിട്ട് അതിനുള്ള നേഴ്സറിയും സംവിധാനങ്ങളെല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റവും ഇറിഗേഷൻ സംവിധാനവും എല്ലാം ഇനി ഇതിനകത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് പറയുന്ന രീതിയിലേക്കും ഇനി വേണ്ടത് മണ്ണാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ആ മണ്ണ് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഇന്ന് കാണിച്ചു തരാനുള്ളത്. യെസ്, മണ്ണ് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ 2024 മെയ് മാസം 23 നമ്മൾ നട്ട ചെടിയാണത്. ഓക്കെ, ആ നട്ട ചെടി ഇന്ന് വളർന്നു വലുതായി ഏകദേശം ഒരു 6 അടി 7 അടി പൊക്കമാവുകയും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ ചൂടിന്റെ അളവാണ്. ഏകദേശം 12.5 സെന്റിമീറ്റർ വണ്ണത്തിലേക്ക് 12.5 സെന്റിമീറ്റർ വണ്ണത്തിലേക്ക് ഒരു ചോടളവ് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ചന്ദനമരം ഒരു ഹെമി പാരസൈറ്റ് ആണ് നമുക്ക് അറിയുന്നത് മാത്രമല്ല അതിനകത്തുള്ളത്. ഇതിന്റെ ഹാർഡ്വുഡ് ഫോർമേഷന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇതിന്റെ തടിക്ക് വണ്ണം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഭൂമിയുടെ ഏറ്റവും വലിയ അത്ഭുതമാണ് തടിക്ക് വണ്ണം വെക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, IWST പറയുന്നത് പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ മുകളിലുള്ള ഭൂമി, അതാണ് ഈ കൃഷിക്ക് യോഗ്യമായ കാലാവസ്ഥയുള്ള മണ്ണുള്ളതെന്ന് തീർത്തും പറയുന്നു. നമ്മളിപ്പോ നേരിട്ട് കണ്ട് ഇപ്പോൾ ഏകദേശം 10 മാസം പ്രായമുള്ള ഒരു ചെടിക്ക് ഇത്ര ആവാൻ സാധിച്ചെങ്കിൽ 15 വർഷം കൊണ്ട് എന്നുള്ളത് 10 വർഷത്തിലേക്ക് നമ്മൾ വിജയകരമായി ഹാർവെസ്റ്റ് ചെയ്യും. ഓരോ കർഷകരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എന്റെ ജീവിതത്തിൽ മണ്ണിലേക്ക് തിരിയാൻ അല്ലെങ്കിൽ കൃഷിയിലേക്ക് തിരിയാൻ ഈശ്വരൻ തന്ന ഈ അവസരത്തെ വലുതായി കാണുന്നു. താങ്ക് യു സർ. അനുവർക്കി ഇവിടെ 15 കൊല്ലം കൊണ്ട് 50 സെന്റിമീറ്റർ എന്ന കണക്ക് ഇവിടെ തെറ്റിപ്പോകുമെന്നൊരു കണക്ക് കൂട്ടലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അനു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 10 മാസം കൊണ്ട് 12 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 15 കൊല്ലം കൊണ്ട് 121 സെന്റിമീറ്ററിലേക്ക് എത്തിച്ചേരും എന്നൊരു അല്ലെ, അതായത് പറഞ്ഞതിനേക്കാളും ഡബിളിനേക്കാളും കൂടുതൽ എന്താണ് അനു? സാറേ, ഇവിടെ നമുക്ക് കാലാവസ്ഥയുടെ വ്യതിയാനം ചെടിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ മഴ കിട്ടിയാൽ മറ്റെല്ലാ കൃഷിയും തകരും. കൂടുതൽ വെയിലായാൽ മറ്റു പല കൃഷികളും കായ്ഫലം ഉണ്ടാകില്ല. പക്ഷെ ചന്ദനത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ ചന്ദനത്തിന്റെ തടിക്ക് വണ്ണം വയ്ക്കും. അത് കൂടുതൽ വെള്ളവും ന്യൂട്രീഷൻസും ഒക്കെ ഇൻടേക്ക് ചെയ്ത് വെള്ളം വണ്ണം വയ്ക്കും. അതിന് കൂടുതൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്വുഡ് ഫോർമേഷൻ കൂടുതലായിട്ട് സംഭവിക്കും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൂടി സംഭവിച്ചാലും അത് കൃഷിയെയും വിളവിനെയും ബാധിക്കാത്ത ഒരു കൃഷി കൂടി തന്നെയാണ് ചന്ദനം എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന കണക്കുകൾ അതിന് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലും അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ടും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കെല്ലാം മാറ്റി പറയേണ്ട വരുമെന്നാണ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോട് സൂചിപ്പിക്കണേ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ് സാറേ. നമ്മൾ ഇതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ഇന്ന് ഇത് റിസർച്ച് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായ IWST നമ്മളുടെ തോട്ടങ്ങളിലേക്ക് കടന്നു വരും. കാരണം അവർ വന്ന് ഇനി പുതിയ റിസർച്ചും പുതിയ റിപ്പോർട്ടുകളും ചെയ്യും. അവർ റിസർച്ച് ചെയ്ത റിപ്പോർട്ടുകൾ ഓക്കെ നമ്മൾ പ്രസിഡന്റിന്റെ നെറ്റ്വർക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഒരു കോൾ വന്നാണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. സാറേ പറഞ്ഞത്, ഇന്ന് വരെ IWST എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ചെയ്ത് അവർ ബാംഗ്ലൂര്, കർണാടക, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്തിട്ടാണ് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിനും പബ്ലിക്കിനും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി IWST സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ അത്ഭുതകരമായ പ്ലാന്റേഷനിൽ വന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതിനുശേഷം പുതിയൊരു റിപ്പോർട്ട് തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യാനുള്ള ഇടയുണ്ടാകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പൊ അനുവർക്കി, നമുക്ക് ഏറ്റവും കിട്ടിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു പറ്റം പരിസ്ഥിതി പ്രവർത്തകര്, കൃഷിക്കാര്, അതോടൊപ്പം തന്നെ കവികള്, അഡ്വക്കേറ്റ്സ്, പത്രക്കാര്, ഇവരടങ്ങുന്നൊരു സംഘം 6-ാം തീയതി നമ്മുടെ കൃഷിഭൂമി സന്ദർശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ കാണിച്ചു കൊടുക്കാൻ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയായിട്ട് താങ്കൾക്ക് പറയാൻ പറ്റില്ല ഇവിടെ?
ഇവിടെ പരിസ്ഥിതിക്കാരും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള എല്ലാ വ്യക്തികൾക്കും അതിൻ്റെ ഒരു മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് സാറേ. കാരണം നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന പ്രകൃതി ലോല പ്രദേശം, എക്കോ സെൻസിറ്റീവ് മേഖലയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. നമ്മൾ വേറെ ഏത് കൃഷി ചെയ്താലും, ഇപ്പോൾ ചന്ദനമാണ്, ഏലമാണ്, കുരുമുളക് ഒക്കെ നമ്മൾ കൃഷി ചെയ്താൽ ഒരിക്കലും പരിസ്ഥിതി സംരക്ഷകർ നമ്മുടെ കൂടെ നിൽക്കില്ല. കാരണം എക്കോ സെൻസിറ്റീവ് മേഖലയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെയും ഉമ്മൻ വെസ് ഉമ്മൻ റിപ്പോർട്ടിൻ്റെയും ഗാർഗിൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവരത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും പരിസ്ഥിതിക്കാരെല്ലാം നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും എന്ന് തന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ താങ്ക് യു അനു വർക്കി.